ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹമായിരുന്നു പെർഫ്യൂം ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു സ്വീറ്റും അതുപോലെ കൂതും അറബിക്കും ഫ്രഞ്ചും മിക്സ് ആണ്. നമ്മള് അഹ്ല എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സെക്കൻഡ് ഡിഷ് ഇങ്ങനെയായിട്ടാണ് പ്രസന്റേഷൻ വരുന്നത്. പക്ക സ്വീറ്റ് ആണ്, പക്ക ഫ്രഞ്ച് ഫ്രാഗ്രൻസ്. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ തേർഡ് ഡിഷൻ ഉമ്മാന്റെ പേരിലുള്ള ഹവ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം. ഇത് മൂന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസ്ഥ അഹ്ലയാണല്ലേ, സെക്കൻഡ് എഡിഷൻ. അപ്പൊ മൂന്ന് എഡിഷൻ രണ്ട് മക്കൾക്കായപ്പോ പെർഫ്യൂമിനെ പറ്റി എന്താണ് പറയുന്നത്? പെർഫ്യൂം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു അവശ്യ വസ്തുവാണ്. ഒന്ന്, എപ്പോഴും മനുഷ്യർ പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും. നമ്മൾ ഷാഫിറിന്റെ കാലത്ത് സംഭവം നടക്കുന്നത് ഒരു കുഷ്ഠരോഗം ബാധിച്ച് ശരീരം മുഴുവൻ പഴുത്ത വ്രണമായിരുന്നു. ആരോട് അടുത്തടിക്കില്ല. പക്ഷെ ഒരു സുപ്രഭാതം ഗർഭിണിയായി ആളെല്ലാം മുഖത്ത് കഴിച്ചു. ഇതാരാണ് ഇതിന്റെ ആള്? അവസാനം രാജാവിന്റെ ഉത്തരപ്രകാരം പ്രതി അന്വേഷിച്ച് കിട്ടിയില്ല. എന്റെ അവസാനം ഇമാം ഷാഫിർ എന്നാണ് ശിഷ്യൻ, ഞാൻ പ്രതിയെ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രതി ഹാജരാക്കി. ആ പ്രതി മുനിസിപ്പാലിറ്റിയുടെ ഈ മാലിന്യം പോകുന്ന ഓടയുടെ സമീപത്ത് കസേരയിരുന്നു. ഇവിടുത്തെ ടാക്സി പിരിക്കുന്ന ആള്. അപ്പൊ രാജാവ് ചോദിച്ചു, ഇതാണ് പ്രതി ഞങ്ങൾ ഉറപ്പിക്കും. അപ്പൊ അതേ പറഞ്ഞ മറുപടി ഉണ്ട്. ആ മറുപടി, ഈ കുഷ്ഠരോഗം ബാധിച്ച പെണ്ണിന്റെ ദുർഗന്ധം സഹിക്കാൻ, ഈ ചന്തയിൽ മാലിന്യം പോകുന്ന ഈ വേസ്റ്റിന്റെ ദുർഗന്ധം സഹിച്ച ഒരാൾക്ക് അവളുടെ ദുർഗന്ധം സഹിക്കാൻ പറ്റും. അത് ഏതൊരു മനുഷ്യനെയും അവന്റെ സാഹചര്യമാണ് അവന്റെ മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നെഗറ്റീവ് സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ മൈൻഡ് നെഗറ്റീവ് ആവും, പോസിറ്റീവ് ആവും മൈൻഡ് പോസിറ്റീവ് ആവും. ഈ പോസിറ്റീവ് മൈൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുഗന്ധം ഉണ്ടാവുക, നല്ല ഫ്രഷ് അന്തരീക്ഷത്തിൽ നിൽക്കുക. അതുകൊണ്ടാണ് മനുഷ്യൻ കൂടുതൽ സുഖം. നമ്മൾ സുഗന്ധം ഉപയോഗിച്ച് നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവും. രാവിലെ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ പെർഫ്യൂം അടിക്കുക, അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി സാഹചര്യം നമ്മൾ അറബിയിൽ മാറുമെന്ന് എന്ന് പറയും. അത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എപ്പോഴും രാവിലെ വൈകുന്നേരം പെർഫ്യൂം അടിക്കുക. രണ്ടാമത്തത്, ഒരു മനുഷ്യന്റെ മാത്രം പോസിറ്റീവ് എനർജി അല്ല, ഒരു വീടിന്റെ പോസിറ്റീവ് എനർജിയെ നമ്മൾ ബാധിക്കുക. അത് ഊത് വഹിക്കുന്ന അറബിയാണ്. ദൈനപ്രതി എന്നൊക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോൾ ആ സമയത്ത് ഭിത്തിയിലെല്ലാം ഓലകൾ, ഈത്തപ്പനത്തിന്റെ ഓലകൾ അത്ര നിൽക്കുമായിരുന്നു. വീട് മുഴുവൻ സുഗന്ധം വരുവാക്കും. ഭർത്താവ് വരുവാണ്. ആ സമയത്ത് വീടിന്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്താൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, കുടുംബ ജീവിതത്തിൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് അത്തീബും സുഗന്ധമാണ്, രണ്ടാമത്തേത് നിസാവും. എന്റെ സ്ത്രീകളാണെന്നല്ല, എന്റെ ഭാര്യമാർ ആണെന്നാണ്. എന്റെ ഭാര്യമാർ പെർഫ്യൂം അടിച്ച് എന്റെ വീട്ടിൽ അവരെന്നെ കാത്തിരിക്കുകയാണ്. മൂന്നാമത്തേത് അസ്സലാം, നമസ്കാരമാണ്. നമസ്കരിക്കാൻ പോകുമ്പോൾ പത്രഭൂഷണം, നല്ല വസ്ത്രം ധരിക്കണം. ഈ പറഞ്ഞ മൂന്നെണ്ണത്തിന് സുഗന്ധമായിട്ടൊരു ബന്ധമുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശരീരത്തിന് മണം ഉണ്ടാകും. എന്നൊക്കെ പറഞ്ഞാൽ മുദ്ദത്തില് രണ്ടാമത്തെ ആയത്തിറങ്ങിയിട്ട് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിക്കോളൂ. അപ്പോൾ റബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ, വസ്ത്രം ശുദ്ധിയായിരിക്കണം, വറുജിത ഫഖ്ജു, അഴുക്കുകളെല്ലാം നീക്കണം. ആരുടെ മുമ്പിൽ പോയാലും നമ്മൾ പൂർണ്ണമായി സുഗന്ധമുള്ളവർ ഫ്രഷ് ആയിരിക്കും. ഇത് ഖുർആനിന്റെ പിന്നെ ബിസിനസ് എന്ന് പറയുന്നത്, ഇപ്പൊ സാബി എന്റെ അടുത്ത് നിന്നു നേരത്തെ കരീരങ്ങളെ കൊടുത്തു, സിൽസാലൊക്കെ ഉണവി കൊടുത്തു, കേരളത്തിലെ മുഴുവൻ ഉസ്താദ്മാരെ കണ്ടെത്തി അവർക്ക് കൊണ്ടേ കൊടുക്കുന്ന കച്ചവടക്കാരുടെ കച്ചവടം തന്നെ കച്ചവടമാണല്ലോ. അതിലും പിന്നെ തകർന്നു പോകും. നഷ്ടത്തിലായാലും ഇല്ലല്ലോ, എല്ലാത്തിനും അടിത്തറമാണല്ലോ. ശരി, ഉയരത്തിലെത്തിക്കട്ടെ, നല്ലത് തരട്ടെ.